നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിമാനത്തിന്റെ ജനലുകളെല്ലാം വൃത്താകൃതിയിൽ ആയിരിക്കുന്നത് എന്തുകൊണ്ട്? ചതുരാകൃതിയിൽ ആക്കാൻ പറ്റില്ലേ? ഇത് വെറും ഒരു രൂപഭംഗിക്ക് വേണ്ടിയുള്ള തീരുമാനമല്ല, ഇതൊരു ജീവൻ രക്ഷാശാസ്ത്രമാണ്. ഒരു വിമാനം 35,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ പുറത്തുള്ള വായുമർദ്ദം വളരെ കുറവാണ്. പക്ഷേ വിമാനത്തിനുള്ളിൽ സാധാരണ മർദ്ദം നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വലിയൊരു മർദ്ദം അനുഭവപ്പെടും. ചതുരാകൃതിയിലുള്ള ജനൽ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അതിന്റെ 4 മൂലകളിലും മർദ്ദം കേന്ദ്രീകരിക്കും. ഇവിടെ ശക്തമായൊരു സ്ട്രെസ് പോയിന്റ് ഉണ്ടാക്കുന്നു. ഓരോ യാത്ര കഴിയുമ്പോഴും ഈ മൂലകളിൽ വിള്ളലുകൾ വീഴും. ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. 1950കളിൽ ചില ആദ്യകാല വിമാനങ്ങളിൽ ചതുരത്തിലുള്ള ജനലുകളാണ് ഉപയോഗിച്ചിരുന്നത്. വലിയ അപകടങ്ങൾ നടക്കുകയും ചെയ്തു. അതിനുശേഷം എഞ്ചിനീയർമാർ പ്രധാന പാഠം പഠിച്ചു. വൃത്താകൃതി മർദ്ദത്തെ തുല്യമായി വിതരണം ചെയ്യുന്നു. മൂലകൾ ഇല്ലാത്തതുകൊണ്ട് ഒരിടത്ത് മാത്രമായി സമ്മർദ്ദം കേന്ദ്രീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വിമാനത്തിൽ ഇരിക്കുമ്പോൾ ആ ചെറിയ വട്ടത്തിലുള്ള ജനൽ ഒരു അലങ്കാരമല്ല എന്ന് മനസ്സിലാക്കൂ.